നമസ്കാരം. ഞാൻ ബിനു മുനിപ്പള്ളി. നല്ല ആവി പറക്കുന്ന ചൂടൻ കുത്തിരിച്ചോറ്, പിന്നെ തറവാട്ട് തൊടിയുടെ വടക്കേ അറ്റത്തെ ആ പ്ലാവിൽ നിന്നും അടർത്തിയ ഇടിച്ചക്ക, നാടൻ തേങ്ങാ ചെവിയതും കൂട്ടി തോരൻ വെച്ചത് കുറച്ച്, കൂടെ നാട്ടുമാങ്ങയും തേങ്ങയും കാന്താരിമുളകും പിന്നെ ഉപ്പും ചേർത്ത് നന്നായി അരച്ച് ഉരുട്ടിയെടുത്ത ഇത്തിരി മാങ്ങാ ചമ്മന്തി, പിന്നെ ഒരു നെയ്മത്തി വറുത്തത്. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ്, വരിക്കച്ചക്കപ്പഴത്തിൻ്റെ നല്ല നൂറുള്ള കുരു, മൂവാണ്ടൻ മാങ്ങയും തേങ്ങയും നല്ല നാടൻ മുരിങ്ങക്കയും ചേർത്ത് തയ്യാറാക്കുന്ന ആ ചക്കക്കുരു മാങ്ങ കറിയുണ്ടല്ലോ. അടുപ്പിൽ അവളങ്ങനെ വെന്തു തിളയ്ക്കുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച വറ്റൽമുളകും കടുകും പിന്നെ കറിവേപ്പിലയും ഒഴിക്കണം. അപ്പോൾ തൻ്റെ പ്രിയ കാമുകൻ്റെ ആദ്യ ഗാഠാലിംഗനത്തിൽ ഇക്കിളി കൊണ്ട് പുളയുന്ന പ്രണയിനിയെപ്പോലെ ശേഷേ ശബ്ദത്തോടെ അവളൊന്ന് ഇളകി മാറി. പിന്നെ അവളത് ഇങ്ങനെ ആ ചിരട്ട തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് ആ ചൂട് ചോറിൻ്റെ നടുവിലേക്ക് ഒഴിക്കണം. എന്നിട്ടോ ആകെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പിടി അങ്ങ് പിടിക്കണം, ഒരൊന്നൊന്നര പിടി. ഇനി മേമ്പൊടിയായി ഇത്തിരി ഉണക്കച്ചെമ്മീൻ പൊടിച്ചതും കൂടി ഉണ്ടെങ്കിൽ ആഹാ! നമ്മളെ കോട്ടയംകാർക്ക് എന്നാന്ന് പറഞ്ഞാലും ഈ ചക്കക്കുരു മാങ്ങ കറികൾ വല്ലാത്ത വീക്ക്നെസ് ആണെന്നേ, അല്ലേ? ചുമ്മാ പറയുമല്ല, ഇതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പൊരിച്ച കോഴി പോലും അങ്ങ് മാറ്റി വയ്ക്കും. അല്ല പിന്നെ, എന്നാ പിന്നെ വാന്നേ നമുക്ക് കഴിച്ചു തുടങ്ങാം. സ്നേഹപൂർവ്വം, ബിനു മുനിപ്പള്ളി.